friends, welcome to my channel. I am Shafita. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സലിലെ ഒരു അഡ്വാൻസ്ഡ് ഫംഗ്ഷൻ ആയിട്ടുള്ള VLOOKUPനെ കുറിച്ചാണ്. വെർട്ടിക്കൽ ലുക്കപ്പ് ഫംഗ്ഷൻ ആണ്. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ കൂടിയാണ് VLOOKUP ഫംഗ്ഷൻ. നമുക്കൊരു ബില്ലിംഗ് സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുമ്പോഴും അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ സാലറി ഡീറ്റെയിൽസ് സെറ്റ് ചെയ്യുമ്പോഴും അതുപോലെ സ്റ്റുഡൻസിന്റെ മാർക്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോഴൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ ആണ് VLOOKUP ഫംഗ്ഷൻ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് എക്സലിൽ VLOOKUP ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുക, എന്താണ് അതിന്റെ ഒരു യൂസ്ഫുൾ എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാനിത് ഇവിടെ പ്രൈസ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടേബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കമ്പനിയിലുള്ള നമ്മുടെ ഷോപ്പിലുള്ള ഐറ്റംസിന്റെ പേരും അതുപോലെ തന്നെ അതിന്റെ റേറ്റും ആണ് ഈ ഒരു പ്രൈസ് ലിസ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഇൻവോയ്സ് എന്ന് പറഞ്ഞ് മറ്റൊരു ടേബിളും കൂടി ഇവിടെ കാണാം. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കമ്പനി കസ്റ്റമർക്ക് കൊടുക്കുന്ന ബില്ലിന്റെ ഫോർമാറ്റ് ആണ്, ഇൻവോയ്സിന്റെ ഫോർമാറ്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്കിനി ആദ്യം ചെയ്യാനുള്ളത് ഐറ്റംസ് എന്ന് പറയുന്ന കോളം ഫിൽ ചെയ്ത് കൊടുക്കണം. അതായത് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ആ കസ്റ്റമർ വാങ്ങിക്കുന്ന ഐറ്റംസ് ഏതൊക്കെയാണോ അത് നമ്മൾ ഇവിടെ കൊടുക്കുകയാണ് വേണ്ടത്. ഒന്നുകിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫിക്കൽട്ട് ആണ്. കാരണം 150-200ഓളം ഐറ്റംസ് വരുന്ന ഒരു ഷോപ്പ് ആണെങ്കിൽ നമ്മൾ ഓരോന്ന് ഇവിടെ പോയി ടൈപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ടൈം എടുക്കും, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിന് പകരം ഐറ്റംസിനെ നമ്മൾ ഇങ്ങോട്ട് ലിസ്റ്റ് ആയിട്ടാണ് കൊണ്ടുവരാൻ പോകുന്നത്. ഇപ്പൊ 150 ഐറ്റംസ് ഉണ്ടെങ്കിൽ ആ 150 ഐറ്റംസും ഇവിടെ ലിസ്റ്റ് ആയിട്ട് വരണം. അപ്പൊ അതെങ്ങനെ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. അപ്പൊ ഐറ്റംസിനെ ലിസ്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എക്സലിൽ യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ആണ് ഡാറ്റ വാലിഡേഷൻ. അപ്പൊ നമുക്ക് അത് എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പൊ ഞാൻ ഈ ഐറ്റംസിന്റെ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് ഡാറ്റ ടാബ് വേണം നമ്മളിവിടെ ഓപ്പൺ ചെയ്യാനായിട്ട്. ഡാറ്റ ടാബ് ഓപ്പൺ ചെയ്യാം. അതിലുണ്ടായിരിക്കും ഡാറ്റ വാലിഡേഷൻ. ഈ 2019-20 വെർഷൻ ഒക്കെയാണ് എക്സൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡാറ്റ വാലിഡേഷൻ ഇങ്ങനെ നോക്കിയാൽ കാണില്ല. പകരം ഇവിടെ ഒരു സിമ്പൽ ആണ്, ഈ ഒരു സിമ്പൽ മാത്രമേ കാണിക്കുള്ളൂ. അപ്പൊ ജസ്റ്റ് നമ്മൾ അതിൽ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ വാലിഡേഷൻ ഓപ്പൺ ആവും. ഇത് പഴയ വെർഷൻ ആയ 2016 വെർഷൻ ആയതുകൊണ്ടാണ് ഇവിടെ എഴുതി കാണിക്കുന്നത്. അപ്പൊ ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഡാറ്റ വാലിഡേഷനിൽ 3 കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുക. ഒന്ന് സെറ്റിംഗ്സ്, ഇൻപുട്ട് മെസ്സേജ്, എറർ അലേർട്ട്. അപ്പൊ നമ്മൾ ആദ്യം സെറ്റിംഗ്സ് ആണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. സെറ്റിംഗ്സിൽ തന്നെ അലോ എന്നുള്ളത് ഇവിടെ കാണാം. അപ്പൊ ഇവിടെ എനി വാല്യൂ എന്നുള്ളതാണ് സെലക്ട് ആയി കിടക്കുന്നത്. ഇവിടെ തന്നെ നമുക്കൊരു ലിസ്റ്റ് ബട്ടൺ കാണാം. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ടായിരിക്കുമ്പോൾ നമ്പർ, ഡെസിമൽ, ലിസ്റ്റ്, ഡേറ്റ്, ടൈം, ടെക്സ്റ്റ്, ലെങ്ത്. നമ്മൾ എന്താണോ സെറ്റ് ചെയ്യാൻ പോകുന്നത് അതിനനുസരിച്ചിട്ട് വേണം ഇവിടുന്ന് ചൂസ് ചെയ്ത് കൊടുക്കാനായിട്ട്. നമുക്ക് ഇവിടെ എന്താ വേണ്ടത്, ഐറ്റംസിന് ഇവിടെ ലിസ്റ്റ് ആയിട്ട് കൊണ്ടുവരികയാണ് വേണ്ടത്. അപ്പൊ ഇതിൽ നിന്ന് ലിസ്റ്റ് വേണം സെലക്ട് ചെയ്യാന്. ദെൻ താഴെ ചോദിക്കുന്നുണ്ട് സോഴ്സ്. സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ നമുക്ക് ലിസ്റ്റ് ആയിട്ട് കൊണ്ടുവരേണ്ടത് അതിനെയാണ് നമ്മൾ സോഴ്സ് ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പൊ നമുക്കിവിടെ ഈ ഐറ്റംസിനെയാണ് ലിസ്റ്റ് ആയിട്ട് കൊണ്ടുവരേണ്ടത്. അപ്പൊ ഞാനിത് ഈ ഒരു ഐറ്റംസ് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഹെഡിങ് സെലക്ട് ചെയ്തത്, അപ്പൊ അതും കൂടി ലിസ്റ്റ് ആയിട്ട് വരും. സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ ഓക്കെ കൊടുക്കാം. ഇനി ഇൻപുട്ട് മെസ്സേജ് അലർട്ട് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴ്സർ ഇങ്ങനെ കൊണ്ടുവെക്കുമ്പോ തന്നെ ഒരു മെസ്സേജ് ഇവിടെ കാണിക്കണമെങ്കിൽ ആ മെസ്സേജ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതാണ് ഈ ഒരു മെസ്സേജ് കണ്ടു. ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ മെസ്സേജ് കാണിക്കും. എറർ അലർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നതിനെതിരായിട്ട് നമ്മൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ എറർ മെസ്സേജ് കാണിക്കണം എന്നുണ്ടെങ്കിൽ ആ മെസ്സേജ് കൊടുക്കാനാണ് എറർ അലേർട്ട്. മെസ്സേജ് എന്താണോ കാണിക്കേണ്ടത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ഞാനിത് രണ്ടും ഇവിടെ കൊടുക്കണില്ല കേട്ടോ. ഓക്കെ കൊടുത്തു. അപ്പൊ ഇവിടെ ഒരു ബട്ടൺ കണ്ടു, ലിസ്റ്റ് ബട്ടൺ എന്നാണ് ഇതിന് പറയുക. അപ്പൊ ഈ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി അപ്പുറത്തെ ടേബിളിൽ നമ്മൾ കൊടുത്ത ഐറ്റംസ് ഒക്കെ ഇവിടെ ലിസ്റ്റ് ആയിട്ട് വന്നു. അപ്പൊ കസ്റ്റമർ വാങ്ങുന്ന ഐറ്റംസ് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. ഇനി താഴേക്ക് ഇപ്പൊ ഒരു ഐറ്റം അല്ല ഒരാൾ വാങ്ങിയത്, ഒരു 4 ഐറ്റം വാങ്ങിയെന്നുണ്ടെങ്കിൽ താഴത്തെ സെല്ലിലൊന്നും ഇപ്പൊ ലിസ്റ്റ് ബട്ടൺ വന്നിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇത്രയും സ്ഥലത്ത് ഒരു ലിസ്റ്റ് ബട്ടൺ വരും കേട്ടോ. അപ്പൊ എല്ലാത്തിലും വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഐറ്റം മാറ്റി കൊടുത്താൽ മാത്രം മതി. ഞാനിപ്പോ ഇവിടെ ഓരോ ഐറ്റം ആക്കിയിട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇനി അടുത്ത നമുക്ക് ക്വാണ്ടിറ്റി ആണ് കൊടുക്കാനുള്ളത്. അപ്പൊ ക്വാണ്ടിറ്റി ഒരു കസ്റ്റമർ പർച്ചേസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് വേണം നമ്മൾ കൊടുക്കാൻ. നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വേണം. അപ്പൊ ഞാനിവിടെ ക്വാണ്ടിറ്റി എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ക്വാണ്ടിറ്റി നമുക്ക് വേണമെങ്കിൽ kg ആണോ അതുപോലെ തന്നെ പാക്കറ്റ് ആണോ NOS നമ്പേഴ്സ് ആണോ അത് വേണമെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റിയുടെ കൂടെ കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോളം കൂടി ഇൻസേർട്ട് ചെയ്തിട്ട് അങ്ങനെയും കൂടി നമുക്ക് യൂണിറ്റ് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോ അത് കാണിക്കണില്ല കേട്ടോ. അടുത്ത് നമ്മൾ കൊടുക്കാനുള്ളത് റേറ്റ് ആണ്. അപ്പൊ റേറ്റ് ഇവിടെ
കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സെൽ ഇപ്പോൾ VLOOKUP ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് റൈസ് ആണ്. അപ്പൊ റൈസിന്റെ റേറ്റ് എന്ന് പറയുന്നത് 45 പെർ kg ആണ് കേട്ടോ. ഒരു kgക്കാണ് 45. അപ്പൊ ആ റേറ്റ് ഇവിടെ വരണം. അപ്പൊ ആ റേറ്റ് ഇവിടെ വരണമെങ്കിൽ നമ്മൾ അതിനാണ് VLOOKUP ഫംഗ്ഷൻ കൊടുക്കുന്നത്. ഇവിടെ ഐറ്റം മാറ്റുന്നതിനനുസരിച്ചിട്ട് റേറ്റ് ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് മാറുകയും വേണം. അതാണ് VLOOKUP ഫംഗ്ഷന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഞാനിവിടെ ഈക്വൽ VLOOKUP അങ്ങനെ നമുക്ക് ഫംഗ്ഷൻ വേണമെങ്കിൽ ഇൻസേർട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഫോർമുലാസിൽ വന്നു കഴിഞ്ഞാൽ ലുക്കപ്പ് ആൻഡ് റെഫറൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതിലുണ്ടായിരിക്കും VLOOKUP ഫംഗ്ഷൻ. ഇതാ കിടക്കണം. ലുക്കപ്പ് എന്ന് പറഞ്ഞ വെറും ലുക്കപ്പ് ഉണ്ട്, അതല്ല VLOOKUP വെർട്ടിക്കൽ ലുക്കപ്പ്. അതായത് നമ്മുടെ ഡാറ്റാസ് വരുന്നത് കോളം ബേസ് ആയിട്ടാണെന്നുണ്ടെങ്കിലാണ് VLOOKUP ഫംഗ്ഷൻ കൊടുക്കേണ്ടത്. നമ്മുടെ ഡാറ്റാസ് ഹൊറിസോണ്ടൽ അതായത് റോ ബേസ് ആയിട്ടാണെങ്കിൽ അവിടെ ഫംഗ്ഷൻ HLOOKUP ആണ് വരിക. അപ്പൊ HLOOKUPന്റെ വീഡിയോ നമുക്ക് വേറെ ഒന്നായിട്ട് ചെയ്യാം. അപ്പൊ ഞാനിവിടെ VLOOKUP ഫംഗ്ഷൻ ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. ഈക്വൽ VLOOKUP ഫംഗ്ഷൻ അവിടെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഇതിൽ കൊടുക്കാനുള്ളത് ലുക്കപ്പ് വാല്യൂ ആണ്. ലുക്കപ്പ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന്റെ റേറ്റ് ആണ് നമ്മളിപ്പോ എന്തിന്റെ വാല്യൂ ആണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പോകുന്നത്, അതാണ് ലുക്കപ്പ് വാല്യൂ. അപ്പൊ നമ്മളിവിടെ റേറ്റ് ഇപ്പൊ കണ്ടുപിടിക്കാൻ പോകുന്നത് റൈസിന്റെതാണ്. അപ്പൊ ഈ റൈസ് ആണ് നമ്മുടെ ലുക്കപ്പ് വാല്യൂ. അപ്പൊ എന്തിന്റെ റേറ്റ് അല്ലെങ്കിൽ എന്തിന്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എന്തിന്റെ എമൗണ്ട് ആണോ എന്തിന്റെ വാല്യൂ ആണോ നമ്മൾ കണ്ടുപിടിക്കുന്നത് അതിനെയാണ് ലുക്കപ്പ് വാല്യൂ ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പൊ ഈ ടേബിളിലെ റൈസ് അല്ല കൊടുക്കേണ്ടത്, ഇതിൽ വേണം, അത് ശ്രദ്ധിക്കണം. റൈസ് കൊടുത്തു, ദെൻ കോമ കൊടുത്തു. ടേബിൾ അറേ എന്ന് പറഞ്ഞാൽ ഏത് ടേബിളിൽ നിന്നാണോ നമ്മൾ വാല്യൂ ഇങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത് ആ ടേബിൾ മൊത്തമാണ് നമ്മുടെ ടേബിൾ അറേ എന്ന് പറയുന്നത്. അപ്പൊ ഈ ടേബിളിൽ നിന്നാണ് നമ്മൾ റേറ്റ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോകുന്നത്. ഈ ടേബിൾ മൊത്തമാണ് ടേബിൾ അറേ. അതൊന്നെങ്കിൽ ഹെഡിങ്ങോട് കൂടി നമ്മൾ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഐറ്റംസും റേറ്റും മാത്രം സെലക്ട് ചെയ്താലും മതി. ഞാനിപ്പോ ഹെഡിങ്ങോട് കൂടിയിട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ള ടേബിൾ മൊത്തം സെലക്ട് ചെയ്ത് കൊടുത്തു. ദെൻ കോമ. അപ്പൊ ഇവിടെ ചോദിക്കുന്നത് കോൾ ഇൻഡെക്സ് നമ്പർ. കോൾ ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ കോളം ഇൻഡെക്സ് നമ്പർ എന്നാണ് അതിന്റെ ഫുള്ള് വരുന്നത്. അതായത് ഈ ടേബിളിൽ റേറ്റ് ആണ് നമ്മളിപ്പോ ഇങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പൊ ഈ ടേബിളിൽ എത്ര കോളം ഉണ്ടെന്നുള്ളത് ആദ്യം നമ്മൾ നോക്കണം. കോളം എന്ന് പറയുന്നത് ABCD എന്ന് പറഞ്ഞു പോകുന്നതാണ് കോളം. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ടേബിളിൽ എത്ര കോളം ഉണ്ടായിരിക്കും? 2 കോളം ഉണ്ടാവും. ഒന്ന് ഐറ്റംസ് എന്ന് പറഞ്ഞൊരു കോളം, അതുപോലെ റേറ്റ് എന്ന് പറയുന്ന ഒരു കോളമാണ്. അതിൽ റേറ്റ് എത്രാമത്തെ കോളത്തിലാണോ ആ കോളത്തിന്റെ നമ്പർ ആണ് കോളം ഇൻഡെക്സ് നമ്പർ. അപ്പൊ ഈ ടേബിളിൽ 2 കോളാണുള്ളത്. റേറ്റ് 2ാമത്തെ കോളത്തിലാണ്. 2 എന്നുള്ള നമ്പർ ആണ് നമ്മുടെ കോളം ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. ദെൻ കോമ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളത് ചോദിക്കുക. റേഞ്ച് ലുക്കപ്പ് ആണ്. ഒന്നുകിൽ നമ്മൾ ഇവിടെ ഫോൾസിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യാം, അല്ല എങ്കിൽ 0 കൊടുത്താലും മതി. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എന്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റേറ്റ് ഇങ്ങോട്ട് വരുന്നതായിട്ട് കാണാം. റൈസിന്റെ റേറ്റ് 45. ഞാനിവിടെ റൈസ് മാറ്റാന്ന് വിചാരിക്കാം. അപ്പൊ അവിടെ റേറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് മാറും. സോപ്പ് മാറി, അതുപോലെ വേറെ ഐറ്റം ആക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ റേറ്റ് മാറുന്നതായിട്ട് കാണാം. ബാക്കിയുള്ളതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി, ബാക്കി ഇങ്ങനെ ഫിൽ ചെയ്താൽ മതി. ഇനി ആദ്യം ഇത് ഫിൽ ചെയ്ത് കഴിഞ്ഞ് പിന്നീട് ഐറ്റംസ് കൊടുക്കുകയാണെങ്കിലും ചെയ്യാൻ പറ്റും. ഇവിടെ ഐറ്റംസ് കൊടുക്കാതെ നമുക്ക് ഫിൽ ചെയ്യാനും പറ്റും. അപ്പൊ ഫിൽ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു എറർ മെസ്സേജ് വരും. അപ്പൊ അതും കൂടി എങ്ങനെ ക്ലിയർ ചെയ്യാന്നുള്ളതും കൂടി നമുക്ക് പറയാം. ഇപ്പൊ ഞാനിവിടെ ഐറ്റംസിനെ റിമൂവ് ചെയ്തു. അതായത് ഒരു ഐറ്റം മാത്രമേ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളൂ, അതിന്റെ റേറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇവിടെ നമ്മൾ പിന്നെയാണ് ഐറ്റംസ് സെലക്ട് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ റേറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് ബാക്കിയുള്ള സെല്ലുകളിൽ വരണം. അപ്പൊ നമുക്ക് റേറ്റിനെ മാത്രം എന്ത് ചെയ്യാം, ഫിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ NA എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരും. അതൊരു എറർ മെസ്സേജ് ആണ്. NA ഇഫ് NA എന്നുള്ള ഫംഗ്ഷൻ ആണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. ഒന്നെങ്കിൽ എറർ മെസ്സേജ് കളയാൻ ഇഫ് NA കൊടുക്കാം, അല്ലെങ്കിൽ ഇഫ് എറർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷനും കൂടി ഉണ്ട്, അതും നമുക്ക് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ഇഫ് NA ഫംഗ്ഷൻ വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ പോണത്. എങ്ങനെ ക്ലിയർ ചെയ്യാന്നുള്ളത് നോക്കിക്കോളും. ഫസ്റ്റ് ഈ റേറ്റ് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു സെല്ല് സെലക്ട് ചെയ്താൽ നമ്മൾ ഫോർമുല ബാറിൽ നമ്മൾ കൊടുത്ത ഡാറ്റാസ് ഇവിടെ കാണാം. അപ്പൊ ഈ ഈക്വൽ കഴിഞ്ഞിട്ട് VLOOKUPന്റെ മുന്നേ ആയിട്ട് ഇഫ് NA ഫംഗ്ഷൻ എന്ത് ചെയ്യാം, ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ അവിടെ ഇഫ് NA വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ബ്രാക്കറ്റ് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കോമ കൊടുക്കും. അപ്പൊ ഇതിൽ നമ്മളൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ജസ്റ്റ് ഒരു കോമ കൊടുത്തിട്ട് നമ്മൾ ഡബിൾ കോട്ട്
നോട്ട് ഉണ്ടല്ലോ, കൊട്ടേഷൻ, അത് ഓപ്പൺ ചെയ്തിട്ട് അത് വീണ്ടും ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു ബ്രാക്കറ്റും കൂടി ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ളത് നമ്മൾ വന്നിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു NA മെസ്സേജ് അവിടുന്ന് റിമൂവ് ആയിട്ട് പോകുന്നതായിട്ട് കാണാം. ഇതൊന്നെങ്കിൽ ഇഫ് NA കൊടുക്കാം, അല്ലെങ്കിൽ ഇഫ് എറർ കൊടുത്താലും ആ ഒരു മെസ്സേജ് അവിടുന്ന് പോകും. ഇനി നമുക്ക് ഓരോ സെല്ലിൽ പോയിട്ട് ഐറ്റംസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ കണ്ടോ, റേറ്റ് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അത് നമ്മൾ ഫിൽ ചെയ്തുകൊണ്ടാണ് വരുന്നത്, അല്ലെങ്കിൽ വരില്ല. ഇപ്പൊ എല്ലാത്തിന്റെ റേറ്റ് അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ VLOOKUP എല്ലാവർക്കും ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി എമൗണ്ട് കണ്ടുപിടിക്കണം. അപ്പൊ എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കാൻ, എല്ലാവർക്കും ഒരേ ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ് കൊടുത്താൽ മതി. ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പൊ അവിടെ എമൗണ്ട് വന്നു, കാരണം ഇത് 1 തന്നെ ആയതുകൊണ്ടാണ് 35 വന്നിട്ടുള്ളത്. ബാക്കിയുള്ളത് നമുക്ക് ഫില്ല് ചെയ്യാം. ഇനി നമുക്ക് ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കണം. അപ്പൊ ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കാൻ ഒന്നെങ്കിൽ നമുക്ക് ഈക്വൽ സം ഫംഗ്ഷൻ ഇൻസേർട്ട് ചെയ്തിട്ട് കൊടുക്കാം, അല്ല എങ്കിൽ ആൾട്ട് പ്ലസ് ഈക്വൽ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ടോട്ടൽ എമൗണ്ട് അവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിന് വേണമെങ്കിൽ ഡെസിമൽ പ്ലേസ് നമുക്ക് കൊടുക്കാം. അപ്പൊ ഡെസിമൽ പ്ലേസ് കൊടുക്കുന്നതിന് പകരം ഞാനിപ്പോ കറൻസി ഫോർമാറ്റിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പൊ കറൻസി ഫോർമാറ്റിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഡെസിമൽ പ്ലേസ് വന്നോളും. ഹോം ടാബ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ജനറൽ മാറ്റി കറൻസിയിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ അവിടെ കറൻസി ഫോർമാറ്റിലേക്ക് മാറി. ഇതുപോലെ ഡോളർ ആണ് വന്നിട്ടുള്ളത്. ഇനി നമുക്കിത് ഇന്ത്യൻ കറൻസിയിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടുന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഫോർമാറ്റ് സെൽ ഉണ്ടായിരിക്കും. ഫോർമാറ്റ് സെൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കറൻസി സിമ്പിൾ കാണും. ഇപ്പൊ ഡോളറിന്റെ സിമ്പിൾ ആണ് ഇവിടെ സെലക്ട് ആയി കിടക്കുന്നത്. അപ്പൊ ഇതിൽ വന്നിട്ട് നമ്മൾ ഇന്ത്യന്റെ കറൻസി സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പൊ ഇതെല്ലാം ഇന്ത്യൻ കറൻസിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ പ്രിന്റ് കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ ഈ ഒരു ഷീറ്റിൽ തന്നെയാണ് പ്രൈസ് ലിസ്റ്റും അതുപോലെ തന്നെ ഇൻവോയ്സ്, അതായത് ബില്ലും വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് പ്രിന്റിലെ ഇൻവോയ്സ് മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പൊ ജസ്റ്റ് നമ്മൾ Ctrl+P കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും പ്രിന്റിൽ വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് പ്രൈസ് ലിസ്റ്റ് ഒരിക്കലും ബില്ലിൽ വരാനും പാടില്ല, ഇൻവോയ്സ് മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പൊ അത്രയും ഭാഗം നമ്മൾ അങ്ങോട്ട് സെലക്ട് ചെയ്യാം. എന്നിട്ട് പേജ് ലേഔട്ട് എന്നുള്ള ടാബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പ്രിന്റ് ഏരിയ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് എടുത്തിട്ട് സെറ്റ് പ്രിന്റ് ഏരിയ കൊടുക്കുക. എന്നിട്ട് നമ്മൾ Ctrl+P കൊടുത്തിട്ട് പ്രിന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബില്ല് മാത്രമേ, അല്ലെങ്കിൽ ഇൻവോയ്സ് മാത്രമേ പ്രിന്റിൽ വരുള്ളൂ. അപ്പൊ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് VLOOKUP ഫംഗ്ഷൻ ആണ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിച്ചോളും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ എക്സലിലെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.